നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒന്നിച്ചു വിട പറഞ്ഞ് 4 കൂട്ടുകാരികൾ. കണ്ണീരോടെ നാട്. പാലക്കാട് കരിമ്പയിൽ ലോറി പാഞ്ഞു കയറി മരിച്ച 4 വിദ്യാർത്ഥിനികളുടെയും മൃതദേഹങ്ങൾ ഖബറടക്കി. തൊട്ടടുത്ത ഖബറുകളിൽ ഋതയ്ക്കും നിതയ്ക്കും ആയിഷയ്ക്കും ഇർഫാനയ്ക്കും അന്ത്യവിശ്രമം. സംസ്ഥാനത്ത് ഇന്നും നിരവധി അപകടങ്ങൾ. എറണാകുളത്ത് കാറും ഒമ്നി വാനും കൂട്ടിയിടിച്ച വാൻ ഡ്രൈവർ മരിച്ചു. പൊന്നാനിയിൽ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കാർ പാഞ്ഞു കയറി. തിരുവനന്തപുരം പോത്തൻകോട് സ്കൂൾ കുട്ടികളുടെ ഓട്ടോറിക്ഷ മറിഞ്ഞു. ഒറ്റപ്പാലത്ത് കുട്ടികൾ സ്റ്റാർട്ടാക്കിയ കാർ ഇടിച്ചു നിന്നത് റോഡിനപ്പുറം മതിലിൽ. ചാണ്ടി ഉമ്മനെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ്. ചാണ്ടിയുടെ പരാതികൾ ഹൈക്കമാൻഡ് കേൾക്കും. പാർട്ടിയെ വെട്ടിലാക്കുന്ന പരസ്യപ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. നടൻ അല്ലു അർജുൻ അറസ്റ്റിൽ. പുഷ്പ 2 റിലീസിനിടെ സ്ത്രീ മരിച്ച സംഭവത്തിൽ പോലീസ് നടപടി. അറസ്റ്റിലായത് ഹൈദരാബാദ് ജുബിലിലെ വീട്ടിൽ നിന്ന്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ ബാലചന്ദ്രകുമാർ അന്തരിച്ചു. വൃക്കരോഗത്തിന് ചികിത്സയിലിരിക്കെ ചെങ്ങന്നൂരിലെ ആശുപത്രിയിൽ അന്ത്യം. പ്രധാന സാക്ഷിയുടെ മരണം. കേസിൽ അന്തിമവാദം തുടരുന്നതിനിടെ പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ മുഖ്യപ്രതിയുടെ ശിക്ഷ മരവിപ്പിച്ചു. 3-ാം പ്രതി MK നാസറിന് ജാമ്യം. 9 വർഷം ജയിലിൽ കിടന്നതിനാൽ ജാമ്യത്തിന് അർഹതയെന്ന് കോടതി. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. മലയോര മേഖലയിലും തീരപ്രദേശത്തും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. ശബരിമലയിൽ കനത്ത മഴ. തമിഴ്നാട്ടിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. കുറ്റാലത്ത് മലവെള്ളപ്പാച്ചിൽ. आपके तारीफ सुनने के लिए हम नहीं आए साहब आपकी तारीफ सुनने के लिए नहीं आए. രാജ്യസഭാ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ജഗദീപ് ധൻഖർ മാറ്റാനുള്ള പ്രതിപക്ഷ പ്രമേയത്തെ ചൊല്ലി രാജ്യസഭയിൽ ബഹളം. ധൻഖറും ഖാർഗെയും തമ്മിൽ വാക്പോര്. പ്രമേയത്തെ കർഷക ജാട്ട് വികാരം ഉയർത്തി പ്രതിരോധിക്കാൻ ഭരണപക്ഷം. പാലക്കാട് പനയംപാടത്ത് ലോറി പാഞ്ഞു കയറി മരിച്ച 4 വിദ്യാർത്ഥിനികളുടെയും മൃതദേഹങ്ങൾ ഖബറടക്കി. ഹൃദയഭേദകം ആയിരുന്നു. 4 പെൺകുഞ്ഞുങ്ങൾക്ക് പനയംപാടം വിട നൽകുന്ന കാഴ്ചകൾ. ആയിഷയും നിതയും ഋതയും ഇർഫാനയും അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു ആ കൂട്ടുകാർക്കും നാട്ടുകാർക്കും. ഇന്നലെ രാത്രി മുതൽ പനയംപാടക്കാർ ഉറങ്ങിയിട്ടില്ല, ഉണ്ടിട്ടില്ല. പരസ്പരം ആശ്വസിപ്പിക്കാൻ പോലുമാകാതെ രാത്രി പകലാക്കി. കരഞ്ഞു കരഞ്ഞ് കണ്ണീർ വറ്റി. പുലർച്ചയോടെ കുഞ്ഞുമക്കൾ അവരവരുടെ വീടുകളിലേക്ക്, പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് അവസാനമായി എത്തി. കരഞ്ഞുവറ്റിയ കണ്ണുകൾ പിന്നെയും
നിർത്താതെ കരഞ്ഞു. ഇടനെഞ്ചു പൊട്ടി ഉമ്മയും ഉപ്പയും സഹോദരങ്ങളും. ഓരോ വീട്ടിലെയും കാഴ്ചകൾ ഹൃദയഭേദകം. വീട്ടിലേക്ക് കുഞ്ഞുങ്ങളെത്തിയ നേരം മുതൽ അണമുറിയാത്ത പ്രവാഹമായിരുന്നു. അവരെ നേരിട്ടറിയുന്നവരും അറിയാത്തവരുമെല്ലാം അന്ത്യനിദ്രയിലാണ്ട കുഞ്ഞുങ്ങളെ കണ്ടവർ വിതുമ്പിക്കരഞ്ഞു. പിന്നെ അതൊരേങ്ങനായി, എങ്ങും വിലാപം മാത്രം. സ്കൂളിലെ കൂട്ടുകാരികളെത്തിയപ്പോഴേക്കും സങ്കടക്കടൽ അണപൊട്ടിയൊഴുകി. പ്രിയപ്പെട്ടവരെ കണ്ട് അലറിക്കരഞ്ഞ സഹപാഠികൾ, വീണ്ടും പേര് വിളിച്ച് നിലവിട്ടുകരയുന്ന കൂട്ടുകാർ, പ്രിയ കൂട്ടുകാരിയെ വിട്ടുകൊടുക്കാനാകാതെ തട്ടി വിളിക്കുന്നവർ. മക്കൾക്കരികിൽ നിന്ന് മാറാതെ നിൽക്കുന്ന മാതാപിതാക്കൾ പലപ്പോഴും പാതിബോധത്തിലായിരുന്നു. കരഞ്ഞു മയങ്ങുന്നവരെ ബന്ധുക്കൾ താങ്ങി. അധ്യാപകരും നാട്ടുകാരുമായി പിന്നെയും ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. രാവിലെ 8:30 കരിമ്പനക്കൽ ഹാളിലും പൊതുദർശനം. വന്നുപോയവരെല്ലാം തേങ്ങിക്കരഞ്ഞു. ഒടുവിൽ ആയിഷയെ കാണാൻ മൂത്ത സഹോദരിയുമെത്തി. ഡൽഹിയിൽ പഠിക്കാൻ പോയവൾ കുഞ്ഞനുജത്തിയുടെ ചേതനയറ്റ ശരീരം കണ്ട് വിങ്ങിപ്പൊട്ടി. പൊതുദർശനത്തിന് പിന്നാലെ മൃതദേഹങ്ങൾ ഒന്നൊന്നായി തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക്. അവിടെ അടുത്തടുത്തായി ഖബറിടങ്ങൾ. ചെറിയ പ്രാർത്ഥന. ഈ കുട്ടികളുടെ വിരുന്നുപോക്ക് അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു കൊണ്ടുവരുന്നാക്കട്ടെ. അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു മനസ്സിലാക്കും. ഓരോരുത്തരായി ഖബറിലേക്ക്. അപ്പോഴൊക്കെയും പനയംപാടത്ത് മഴ ചാറുന്നുണ്ടായിരുന്നു. കണ്ണീർ വാർത്ത നാടും പ്രിയമക്കൾക്ക് വിട നൽകി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട അജ്ന ഇപ്പോഴും ഞെട്ടലിൽ ആണ്. അപകടത്തെപ്പറ്റി കൂടുതൽ ഒന്നും ഓർത്തെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ കുട്ടി. അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട അജ്നയാണ് എന്നോടൊപ്പം ചേരുന്നത്. മോളെ ഒരുപാട് മോള് വിഷമിക്കുന്നുണ്ടെന്ന് അറിയാം, പറഞ്ഞതാണെന്നും അറിയാം. എന്തായാലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? എന്താ സംഭവിച്ചത്? മണ്ണാർക്കാട് ഭാഗത്തുനിന്നൊരു ലോറി വരുന്നുണ്ടായിരുന്നു. പാലക്കാട് ഭാഗത്തുനിന്നൊരു സിമെൻറ്റ് ലോറി വരുന്നുണ്ടായിരുന്നു. രണ്ടും പാടെ ഇടിച്ചപ്പോൾ ഈ സിമെൻറ്റ് ലോറി നേരെ എൻ്റെ ഞാനിൽ നിന്ന് 4 പേരിന് ഇടിക്കുക. അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ ഇപ്പം കിട്ടുന്നില്ല. ഞാൻ എൻ്റെ ഉള്ളിലേക്ക് വീഴുമെന്ന് എനിക്ക് ഓർമ്മയില്ല. മോള് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഇന്നലെ മുതൽ ഭക്ഷണം കഴിക്കാണ്ട് ഇന്നാണ് ഇനി സ്കൂൾക്ക് പോകില്ല. എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പോയി, എനിക്ക് തോന്നല്ല. ഒരാളെ മാത്രം കണ്ടില്ല പറഞ്ഞു, ബാക്കിയുള്ളവരെയൊക്കെ കണ്ടു പറഞ്ഞു. ഇർഫാന ഷെറി എളാപ്പാൻ്റെ മകളാണ്. LKG മുതൽ അവളും ഒപ്പ പോയിരുന്നു. അവിടെ പോയി കാണുകയാണോ ചെയ്തത്? വീട്ടിൽ പോയിട്ടാണ് കണ്ടു. അവിടെയും പോയി, ഓഡിറ്റോറിയത്തിനും പോയി, വീട്ടിലും പോയി, എല്ലാവരെയും കണ്ടു. ഒന്നും കൂടുതൽ ചോദിക്കാമല്ലോ മോളെ. മോള് ധൈര്യമായിട്ടിരിക്കുക, ഒക്കെ മറികടക്കാൻ പറ്റട്ടെ, അത്രമാത്രമേ പറയുള്ളൂ കേട്ടോ. പ്രജിത് കോങ്ങാടിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. മരണത്തിലും ഇണപിരിയാതെ അവർ 4 പേർ.
ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരിയെ ജീവിതത്തിലേക്ക് തിരികെ വിട്ട് അവർ ഒരുമിച്ച് മടങ്ങി. ഇപ്പോൾ MLA കൃത്യമായ ഒരു സമയം വെച്ച് ഒരു തീരുമാനം ഉണ്ടാക്കാനാണ് ഉദ്ദേശം. ഇപ്പം ഇന്ന് പോലീസിന് ചെയ്യാവുന്നതുണ്ട്. ഇന്ന് തന്നെ ഇവിടെ മറ്റേ കൺട്രോൾ, സ്പീഡിൻ്റെ കൺട്രോൾ ഇതൊക്കെ വെക്കാനുള്ളൊരു ഏർപ്പാട് ഇതിൻ്റെ. നാളെ അവർ SP ഉൾപ്പെടെ വിദഗ്ധന്മാരൊക്കെ അവിടെ പോയി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നുള്ള ഇപ്പോൾ ഇവിടുത്തെ ചർച്ചയൊക്കെ കഴിഞ്ഞ ശേഷം എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. നിർദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർദ്ദേശം വെച്ചു എന്ന് പറഞ്ഞൊരു നാളെ പ്രചരണം വരാണ്ടിരിക്കണമല്ലോ. അതുകൊണ്ടാണ് നിർദ്ദേശമൊക്കെ ചർച്ച ചെയ്ത് നടപ്പാക്കാൻ പറ്റുന്ന നിർദ്ദേശം 100% നടപ്പാക്കാൻ ഉള്ള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ ശ്രമവും ഉണ്ടാകുമെന്ന് എനിക്കത് പറയാം. അതല്ല ഇപ്പം ഞാൻ പറഞ്ഞത്. ഇന്ന ഓരോ ദിവസം ചെയ്യേണ്ടത് ഇപ്പം കേന്ദ്ര ഗവൺമെന്റിന് സാങ്ഷൻ കിട്ടേണ്ടതാവും. അത് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലാത്ത പണികളെല്ലാം നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതൊക്കെ സമയബന്ധിതമായി പുറത്തേക്കും കേന്ദ്രത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് കേന്ദ്രത്തിന് അഭ്യർത്ഥിക്കും. അവസാനിപ്പിക്കാനും അങ്ങനെയല്ലല്ലോ. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിവിന് തന്നെ ഈ കലക്ടർ അവിടെ പോയാൽ ഇന്നത് ദിവസം ഇന്നത് നടക്കും, ഇന്ന ദിവസം ഇന്നത് നടക്കുമെന്ന് പറഞ്ഞ് കൃത്യമായ ഒരു ഡാഷ്ബോർഡ് പോലെ തയ്യാറാക്കി തരും. പോരെ? അത് മുമ്പ് എന്തുണ്ടായിട്ടുണ്ട്, എത്രയും ആക്സിഡന്റ് ആയി. ഇനിയൊരു മരണം അവിടെ നടക്കുക. നമ്മുടെയൊക്കെ വീട്ടിൽ വന്നാലേ നമുക്ക് അതിന്റെ വേദന അനുഭവിക്കുള്ളൂ. ഇനിയൊരു മരണം വരാതിരിക്കാനുള്ള നടപടി ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാം. അല്ല, ആദ്യം ഇന്നിപ്പോ സ്പീഡ് നിയന്ത്രിക്കാൻ പോലീസ് വളരെ ശക്തമായിട്ട് നാളെ ഓരോ വർക്കും ചെയ്യാനുള്ളൊരു സമയം വേണമല്ലോ. നാളെ ചെയ്യേണ്ടത് എന്താണ്, മറ്റന്നാൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ളൊരു തീരുമാനം എടുക്കും. ഇന്ന് മുതൽ തൊട്ട് നാളെ ഒരു ഓഡിറ്റിംഗ് ടീം അവിടെ പോകുന്നുണ്ട്, SP ഉൾപ്പെടെ RTO. അത് SP നിലവിൽ പോലീസ് ചെക്കിംഗ് കൂടെ തന്നെയാണ്. പോലീസിന്റെ പ്രസൻസ് ഉണ്ടാവും. പോലീസ് വാഹന പരിശോധന ശക്തമായിട്ട് നടക്കും. അതാണ് ആദ്യത്തെ പടി. പിന്നീട് നാളുകളിൽ ഈ പറഞ്ഞ ജോയിന്റ് അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തുന്നവരെ. അത് കാരണം നാളെ തന്നെ ഈ യോഗത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവിടെ പോകും. അല്ല, നമുക്ക് ആ റോഡ് ആക്സിഡന്റ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർ ശ്രദ്ധിക്കും. അത് 3 കിലോമീറ്ററിനിടയിൽ 10ഓളം പോയിന്റുകൾ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇല്ല, അല്ല, ഇപ്പൊ അതൊന്നും അവിടെ പരിശോധിക്കട്ടെ. നാളെ എന്തെല്ലാം വേണം എന്നുള്ളത് അവർ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കൂടി പോയി പരിശോധിക്കുമല്ലോ. ഇനി അവിടെ ഒരു മരണം ഉണ്ടാകാതെ, ആക്സിഡന്റ് ഉണ്ടാകാതെ കഴിക്കാനുള്ള നടപടികളൊക്കെ ആയിട്ട് അവർ നിർദ്ദേശം കൊണ്ടുവരും. അത് വന്ന ശേഷം നിങ്ങളെ കാണും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഈ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സമയബന്ധിതമായി പൂർത്തിയാക്കും. നാഷണൽ ഹൈവേയുടെ ബന്ധപ്പെട്ടത് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവരുമായിട്ട് ചർച്ച ചെയ്തൊരു പ്രശ്നത്തിന് ഒരു അടിയന്തര നടപടി ഉണ്ടാവും. അല്ല, ഇപ്പത് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്കിപ്പോ നമ്മള് ടീം പോയി പരിശോധിക്കട്ടെ എവിടെയൊക്കെ പാളിച്ച വന്നു എന്നുള്ളതൊക്കെ അതുപോലെ പിന്നെ നമ്മുടെ CWD, NH തുടങ്ങിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ടീം ഒരു റോഡ് അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു. നേരത്തെ നടത്തിയ ഒരു പഠന റിപ്പോർട്ട് IIT-യുടെ ഭാഗത്തു നിന്ന് ഉണ്ട്. അപ്പോൾ അതിൽ അവർ 4 നിർദ്ദേശങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. അതിൽ ആദ്യത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് ഫ്രിക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് റോഡിന്റെ മെല്ലിങ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അത് നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ചെയ്തതിനെ തുടർന്ന് അവിടെ അപകടങ്ങൾ കുറച്ച് കുറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു സമയം പോയതോറും ആ മില്ലിങ്ങിന്റെ എഫക്റ്റ് കുറഞ്ഞതുകൊണ്ട് അടിയന്തരമായിട്ട് തന്നെ വീണ്ടും മില്ലിങ് ചെയ്യണം എന്നൊരു തീരുമാനം നിർദ്ദേശമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് ചെയ്യാനും തീരുമാനം എടുത്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ, ബോർഡുകൾ വെക്കണം, സ്റ്റഡുകൾ വെക്കണം, അവിടെ ഡിവൈഡറുകൾ വെക്കണം മുതലായ നിർദ്ദേശങ്ങളൊക്കെ നേരത്തെ IIT പറഞ്ഞ നിർദ്ദേശങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അത് MVD ബോധ്യപ്പെട്ടതുമാണ്. അപ്പോൾ അത് പോരായ്മയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ എടുത്ത മെഷേഴ്സിൽ പോരായ്മകളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.
അതിന്റെ ഭാഗമായിട്ടാണ് ഒരു ജോയിന്റ് ഇൻസ്പെക്ഷൻ SPM, RTOയും PWD NHO അടങ്ങുന്ന ടീം ഒരു സേഫ്റ്റി ഓഡിറ്റ് നടത്തി അടിയന്തരമായിട്ട് ചെയ്യേണ്ട മെഷേഴ്സ് എന്തൊക്കെ, നേരത്തെ പറഞ്ഞതുപോലെ NHAയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഫണ്ട് വാങ്ങി ചെയ്യേണ്ടത് എന്തൊക്കെ എന്ന് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി അതിനനുസരിച്ചുള്ള നടപടികൾ അടിയന്തരമായിട്ട് ചെയ്യുക എന്നുള്ളത്. നമുക്ക് അവസാനിപ്പിക്കാലോ. പാലക്കാട്ടെ അപകടത്തെ തുടർന്നാണ് കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. യോഗ തീരുമാനങ്ങൾ അടക്കം ആണ് ഇപ്പോൾ മന്ത്രി കെ കൃഷ്ണൻകുട്ടി അടക്കം വിശദീകരിച്ചത്. അപകടം പതിവായ ഒരു ഇടം ആണ്. അവിടെ ഇനി അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്ത് നടപടികളുമായി മുന്നോട്ട് പോകണം എന്നതാണ് ചർച്ച ചെയ്തത്. അതിൻ്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കും എന്ന് അദ്ദേഹം പറയുന്നു. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെ, ദേശീയപാത അതോറിറ്റിയെ അടക്കം ഈ വിവരങ്ങൾ അറിയിക്കും എന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. നേരത്തെയും മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റ് ഈ പ്രദേശത്തെ സംബന്ധിച്ച പരാതികൾ ഉയർത്തിയിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ അപകടം പതിവാണ് എന്ന് നിരവധി തവണ നാട്ടുകാർ അടക്കം പ്രതിഷേധം അറിയിച്ചതാണ് എന്നും അറിയുന്നു. അങ്ങനെയൊരു സ്ഥലത്ത് ഇനി അത് പരിഹരിക്കാൻ എന്തു മാർഗം എന്നതാണ് ഇനി കൂടിയാലോചനയിലൂടെ നടത്തേണ്ടത്. നേരത്തെ ഗതാഗത മന്ത്രി അടക്കം റോഡ് നിർമ്മാണത്തിൽ പാളിച്ചയുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ ഭാഗത്ത് റോഡ് ശാസ്ത്രീയമായല്ല കടന്നു പോകുന്നത് എന്ന വിമർശനം ആണ് ഗതാഗത മന്ത്രി അടക്കം ഉന്നയിച്ചത്. ഇപ്പോൾ ചേർന്ന യോഗത്തിന് ശേഷവും അത്തരത്തിലൊരു നിരീക്ഷണത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടാകുന്നു. വേഗനിയന്ത്രണം ഉണ്ട്. വേഗനിയന്ത്രണത്തിൻ്റെ ആവശ്യകതയാണ് ഈ അപകടം ചൂണ്ടിക്കാണിക്കുന്നത്. CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, യോഗത്തിൽ എന്തൊക്കെ അഭിപ്രായങ്ങളാണ് ഉയർന്നത്? എന്താണ് യോഗ തീരുമാനങ്ങൾ? അഭിലാഷ്, നമുക്കറിയാം നാടിനെ മുഴുവൻ നടുക്കിയ ഒരു ദുരന്തത്തെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആലോചനാ യോഗം തന്നെ ചേർന്നിട്ടുള്ളത്. അതിൽ തന്നെ പ്രധാനമായിട്ടും ആ ഒരു മേഖലയിലെ റോഡിന്റെ അശാസ്ത്രീയത സംബന്ധിച്ചാണ് കൂടുതൽ ചർച്ചകൾ നടന്നത്. അപ്പോൾ അവിടെ വേഗ നിയന്ത്രണത്തിനുള്ള സംവിധാനങ്ങൾ നടപ്പാക്കുമെന്നൊരു നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. കൂടുതൽ പരിശോധനകൾ നടത്തും. അതുപോലെ തന്നെ വേഗ നിയന്ത്രണ സംവിധാനങ്ങൾ, ഹമ്പ്, ഡിവൈഡറുകൾ തുടങ്ങിയവ സാധ്യമാവുന്ന രീതിയിൽ അവിടെ സ്ഥാപിക്കും. അതോടൊപ്പം തന്നെ അവിടെ നമുക്ക് അറിയാം ഒരല്പം ചെരുവും വളവും ചേർന്ന രീതിയിലാണ് റോഡ് ആ മേഖലയിലുള്ളത്. അപ്പോൾ അത് പരിഹരിക്കുവാനുള്ള ശാസ്ത്രീയമായ നടപടികൾ കൂടി വേണം എന്നൊരു ആവശ്യമാണ് ഈ യോഗത്തിൽ ഉയർന്നിരിക്കുന്നത്. അത് പ്രായോഗികമായിട്ട് നടപ്പാക്കുവാനുള്ള ആലോചനകളും തുടങ്ങും. കാരണം അത് അത്ര എളുപ്പത്തിൽ സംസ്ഥാന സർക്കാരിന് മാത്രമായിട്ട് നടപ്പാക്കാനാകില്ല. സ്വാഭാവികമായിട്ടും നടപടിക്രമങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിൽ കുറെ കൂടി ചർച്ചകൾ നടത്തും. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിനെ ഇവിടെ വിന്യസിക്കും എന്നുള്ളതാണ്. ഈ അപകട മേഖലയിൽ വേഗത നിയന്ത്രണത്തിന് വേണ്ടി പോലീസിന്റെ സാന്നിധ്യം ഉറപ്പാക്കും. അത്തരത്തിൽ പോലീസിന്റെയും ഉദ്യോഗസ്ഥരുടെയും പരിശോധനയും മറ്റും ഇവിടെ ഈ അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുമ്പോൾ കാര്യമായ രീതിയിൽ ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയാണ് വെച്ച് പുലർത്തിയിട്ടുള്ളത് യോഗം. എന്താണെങ്കിലും ഇനിയൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ വേണ്ട നടപടികൾ ഇവിടെ നടപ്പാക്കും എന്ന ഏകകണ്ഠേയമായ അഭിപ്രായമാണ് യോഗത്തിൽ ഉയർന്നിരിക്കുന്നത്. വിശദാംശങ്ങളാണ് CV അനുമോദ് നൽകിയത്. മരണത്തിലും ഇണ പിരിയാതെ അവർ 4 പേർ. ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരിയെ ജീവിതത്തിലേക്ക് തിരികെ വിട്ട് അവർ ഒരുമിച്ചാണ് മടങ്ങിയത്. അവർ 4 പേർ: ആയിഷ, മിത, റിത, ഇർഫാന. ഒന്നിച്ച് നടന്നവർ, ഒന്നിച്ച് പഠിച്ചവർ, ഒന്നിച്ച് കളിച്ചവർ, ഒന്നിച്ചെടുത്ത ഫോട്ടോകൾ നിരവധി. മരണത്തിലും അവർ ഒന്നിച്ചു. പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു 5 പേർ. കഴിഞ്ഞ പരീക്ഷയെ വിലയിരുത്തി വരാൻ പോകുന്ന പരീക്ഷയെക്കുറിച്ചൊക്കെ പറഞ്ഞാണ് നടന്നു നീങ്ങിയത്. എന്നാൽ മറ്റൊരു പരീക്ഷയ്ക്കും കാത്തുനിൽക്കാതെ അവരിൽ 4 പേർ മടങ്ങി. ഉറ്റ കൂട്ടുകാരി അജ്ന ഷെറിൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. വൈകുന്നേരമാണ് നാടിനെ നടുക്കിയ അപകടം. കൂട്ടുകാർ ഒരുമിച്ച് റോഡിനരികിലൂടെ തന്നെയാണ് നടന്നുപോയത്. സിമന്റ് ലോറിയുടെ രൂപത്തിൽ പാഞ്ഞെത്തിയ മരണം അവരെ കവർന്നെടുക്കുകയായിരുന്നു. അവരുടെ സൗഹൃദത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു
അവരുടെ അവസാന യാത്രയും. സമീപത്തെ വർക്ക്ഷോപ്പിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങളിൽ തെളിഞ്ഞു കാണാം അവർ 5 പേർ നടന്നു നീങ്ങുന്നത്. പിന്നാലെ പാഞ്ഞു പോകുന്ന ലോറിയും. നിമിഷനേരം കൊണ്ട് എല്ലാം അവസാനിക്കുകയായിരുന്നു. എട്ടാം ക്ലാസ്സിലാണ് ഇവർ കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയത്. അതിനു മുൻപേ കൂട്ടുകാരായിരുന്നു ഇവർ. ഇർഫാനയും ആയിഷയും ഒരേ ക്ലാസ്സിലായിരുന്നു. മിതയും ഹൃദയും മറ്റൊരു ക്ലാസ്സിൽ. 2 ക്ലാസ്സുകളിലായിരുന്നെങ്കിലും അവർ ഇടവേളകളിലെല്ലാം ഒന്നിച്ചായിരുന്നുവെന്ന് അധ്യാപിക ശ്രീലത ഓർക്കുന്നു. മിടുക്കികളായിരുന്നു 4 പേരും. കഴിഞ്ഞ കലോത്സവത്തിൽ ഒപ്പനയിലെ മണവാട്ടിയായിരുന്നു ആയിഷ. പഠനത്തിനൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും മിടുക്കർ. അവർ എഴുതി പൂർത്തിയാക്കിയ മലയാളം പരീക്ഷയുടെ പേപ്പർ ഇപ്പോഴും കയ്യിലിരിക്കുന്നുവെന്ന് പറഞ്ഞ് വിതുമ്പുകയാണ് അവരുടെ മലയാളം ടീച്ചർ കൂടിയായ ശ്രീലത. ഒരിക്കലും മറക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ച് പ്രിയ കൂട്ടുകാർ ഒരുമിച്ച് മടങ്ങുമ്പോൾ പകച്ചു നിൽക്കുകയാണ് ഒറ്റയ്ക്കായി പോയ അജ്ന. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. 4 പേരുടെ ജീവനെടുത്ത പാലക്കാട് പനയമ്പാടം വളവ് സ്ഥിരം അപകട മേഖലയാണ്. നിർമ്മാണത്തിലെ അപാകത പരിഹരിക്കണം എന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും നടപ്പായില്ല. ദേശീയപാത അതോറിറ്റിക്ക് എതിരെ വിമർശനവുമായി മന്ത്രി KB ഗണേഷ് കുമാറും രംഗത്ത് വന്നു. നിങ്ങൾ ഇവിടുത്തുകാരാണല്ലോ, എന്തൊക്കെയാണ് ഇവിടെ ഈ റോഡിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ? പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ചരിവ് തന്നെയാണ്. റോഡിന് ചരിവാണ്, പിന്നെ വലിയ കുന്നാണ്. അവിടെ നിന്ന് ലോറിക്കാർ ന്യൂട്രടിച്ച് വരും. ഭയങ്കര സ്പീഡിലാണ് ഇതിലേ വരിക. വരുമ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി സ്കിഡാവും. നമ്മൾ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് ഇതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇത് ഒരു പ്രശ്നം വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് താൽക്കാലികമായി ചെയ്യും. ഡിവൈഡർ വെച്ചിട്ടുണ്ടായിരുന്നു, ഈ പറഞ്ഞ പോലെ ബോർഡുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ബോർഡൊന്നും ഒരു പരിധിവരെ ലോറിക്കാരൊന്നും ശ്രദ്ധിക്കില്ല. ഈ ഹമ്പ് വെച്ചു, അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് ഹമ്പിൽ വന്നിട്ട് വീണ്ടും ആക്സിഡൻ്റ് ആയി. അപ്പോൾ അത് എടുത്ത് കളയണം. ഡിവൈഡർ മൊത്തം വണ്ടിക്കാർ ഓരോരുത്തർ ഇടിച്ചിടിച്ചിട്ട് പോവുക ചെയ്ത്. ഇതുപോലെ നിരന്തരം ആക്സിഡൻ്റാണ്. അപ്പോൾ എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ എന്തേലും ഇവിടെ ടെസ്റ്റ് നടത്തിയിട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. താൽക്കാലികമായി ഒരു ബോർഡ് വെക്കുകയോ ഒരു ഡിവൈഡർ വെക്കുകയോ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെ റോഡ് ചരിച്ചുണ്ടാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈനേജ് അപ്പുറത്ത് ഒരെണ്ണം കൂടി വരേണ്ടതായിരുന്നു തോന്നുന്നു. അതിനെ ചിലപ്പോൾ ലാഭത്തിന് വേണ്ടി ചെയ്തതാവാം. വെള്ളം ഒഴുകി വരാൻ വേണ്ടി ചെയ്തതാവാം. ഇവിടെ മഴക്കാലത്ത് കുത്തനെയായിട്ട് വെള്ളം ഒഴുകി വരുന്ന സംവിധാനം ഇവിടെ ഉള്ള ഏരിയ എന്നൊക്കെ ഈ വലിയ റോഡുകളിൽ നിന്നൊക്കെ സ്പീഡിൽ വെള്ളം വരും. ഒരു റോഡിൽ വരുന്നതിനേക്കാൾ, കാരണം സൈഡിൽ നിർത്തിയ ബൈക്കുകളടക്കം വീഴും. ഇതിന് പുറമെ കറക്റ്റ് 1 കൊല്ലം ആയേ ഉള്ളൂ. ഈ കടയുടെ മുമ്പിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ലോറി ആക്സിഡൻ്റ് ആയി. എൻ്റെ കട എന്ന് പറയുന്നത് ഇതാണ്. ആ കടയിൽ നിന്ന് ഞാൻ ഓടിപ്പോയി. കുട്ടികൾ വന്നിട്ട് ഈ ഫിദ ഫാൻസിയുടെ അവിടെ എത്തിയായിരുന്നു. ഈ ഫിദ ഫാൻസി എന്ന് പറയുന്ന അവിടെ എത്തിയായിരുന്നു. കുറച്ച് കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ കുട്ടികളുടെ ഇടയിലാണ് അത് ആക്സിഡൻ്റ് ആയി. ആ കടയിൽ എന്നും വൈകുന്നേരത്ത് 4 മണി ആയി കഴിഞ്ഞാൽ ഫുൾ തിരക്കായിരിക്കും. അതിനിടയിലേക്കാണ് ആ വണ്ടി പറഞ്ഞത്. എന്തോ 2 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് എന്ന് കൂട്ടാം. 1 മിനിറ്റ് നേരത്തെ ആയിരുന്നെങ്കിൽ വലിയ അപകടമായേനെ. ഇത് നിരന്തരം നടക്കുക. പോലീസ് വണ്ടി പറഞ്ഞിട്ടുണ്ട്. അട്ടപ്പാടി SIയുടെ വണ്ടി മറ്റേ ആണ്, എനിക്ക് ഏതാണെന്നറിയില്ല. പോലീസ് വണ്ടി പറഞ്ഞിട്ടുണ്ട് രാത്രി. ഇതുപോലെ നിരന്തര ആക്സിഡൻ്റാണ് ഇവിടെ. ഞാൻ രക്ഷാപ്രവർത്തനത്തിലുണ്ടായിരുന്നു. ലാസ്റ്റ് ആ 3ാമത് കയറ്റിയ കുട്ടി ഞാൻ എടുത്ത് കൊടുക്കുമ്പോഴടക്കം ഞാനും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ കൈ കൂടെയാണ് ആ കുട്ടിയെ പാസ് ചെയ്ത് ആംബുലൻസിലേക്ക് കയറ്റി വിട്ടത്. അപ്പോഴടക്കം ആ കുട്ടി ഇവിടെ നിന്ന് കുറച്ച് ദൂരം വരെ ആ കുട്ടി ജീവനുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് എടുക്കുന്നതിന് മുമ്പ് ആ കുട്ടി സംസാരിക്കുന്നുണ്ടായിരുന്നു. സിമെന്റ് വണ്ടി നേരെ ഇവരുടെ മേലേക്ക് മറിഞ്ഞതുകൊണ്ട് കുറേ സമയം എടുക്കേണ്ടി വന്നു. ആംബുലൻസുകൾ പെട്ടെന്ന് എത്തിയെങ്കിലും ട്രെയിനുകൾ എടുത്ത് ആ വണ്ടി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് അത്രയും നേരം ആ കുട്ടികൾ ആ ലോറിക്കടിയിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സമയം എടുക്കലൊക്കെ കൂടിയിട്ടാണ് കൂടുതൽ ആ കുട്ടികളുടെ ജീവൻ ഏകദേശം അബോധാവസ്ഥയിലായിരുന്നു. ആ ഒരു കുട്ടി സംസാരിക്കുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഏകദേശം അതായിരുന്നു. അബോധാവസ്ഥയല്ല, ഏകദേശം സ്പോട്ട് ഡെത്ത് എന്ന് തന്നെ പറയാം. പക്ഷെ ആ ഒരു കുട്ടിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഈ ലോഡ് നമുക്ക് റിമൂവ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. ഒന്ന് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് കുറവ് തന്നെ ആയിരിക്കാം. ഞങ്ങൾ കുറച്ച് ടൈം എടുത്തു. കയറ് മുറിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെടുത്ത് 2 ക്രെയിനും ആദ്യം ഞങ്ങൾ നോക്കിയത് 2 ക്രെയിനും 2 JCBയും വെച്ചിട്ട് പൊക്കാൻ നോക്കി. ഈ സാധനം പൊന്തുന്നില്ല. അത്രയധികം ടണ്ണയിലുണ്ട്. സിമെൻറ്റ് വണ്ടിയാണ്, പൊക്കാൻ പറ്റിയില്ല. എങ്ങനെയെങ്കിലും ഒന്ന് പൊന്തി കിട്ടിയാണെങ്കിൽ ആ ഒരു കുട്ടിയുടെ ജീവൻ കിട്ടിയാണ്. പിന്നെ ഞാനും വേറെ 1-2 പേര് കൂടി കൈകൊണ്ട് മാന്തിയായിരുന്നു. കൈക്കോട്ടടക്കം അതിൻ്റെ ഉള്ളിലേക്ക് പോവില്ല. കൈകൊണ്ട് മാന്തിയിട്ടായിരുന്നു ഞങ്ങൾ മണ്ണ് മാറ്റിയിട്ടാണ് ആ കുട്ടീനെ റിമൂവ് ചെയ്തത്.
റിമൂവ് ചെയ്ത സമയത്ത് ഫയർഫോഴ്സുകാർ എത്തിയായിരുന്നു. പിന്നെ CPSും മറ്റേ ഇതൊക്കെ കൊടുത്തത് അവരാണ്. അതിനിടെ മലപ്പുറം പൊന്നാനിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കാർ ഇടിച്ചു കയറി അപകടം. 3 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥികളെയാണ് കാർ ഇടിച്ചത്. ഉച്ചയ്ക്ക് 12:30 അപകടമുണ്ടായത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. 2 വിദ്യാർത്ഥികളെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലും ഒരാളെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം പോത്തൻകോട് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോയ ഓട്ടോറിക്ഷ മറിഞ്ഞു. ഒരു കുട്ടിക്ക് കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കുട്ടിയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. രാവിലെ ദേശീയപാതയ്ക്ക് സമീപമുള്ള ഇടറോഡിൽ ആയിരുന്നു അപകടം. പോത്തൻകോട്ടെ സ്വകാര്യ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ഓട്ടോറിക്ഷയിൽ 10 കുട്ടികൾ ഉണ്ടായിരുന്നു. എറണാകുളം ലോ കോളേജിന് മുന്നിൽ കാറും വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒമ്നി വാൻ ഡ്രൈവർ മരിച്ചു. എറണാകുളം വടുതല സ്വദേശി ജോണിയാണ് മരിച്ചത്. കാർ ഓടിച്ചിരുന്ന തമ്മന സ്വദേശി ഷമീറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. രാവിലെ 6:30 ആയിരുന്നു അപകടം. നേവൽ ബേസ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാനിൽ തെറ്റായ ദിശയിൽ അമിത വേഗത്തിൽ എത്തിയ കാർ ഇടിക്കുകയായിരുന്നു. സ്കൂൾ കുട്ടികളുമായി സർവീസ് നടത്തിയിരുന്ന വാഹനം ആയിരുന്നു ജോണിയുടേത്. അപകട സമയത്ത് ജോണി മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. പാലക്കാട് ഒറ്റപ്പാലത്ത് നിർത്തിയിട്ട വാഹനം കുട്ടികൾ സ്റ്റാർട്ട് ചെയ്തതിനെ തുടർന്ന് അപകടം. കുട്ടികളെ വാഹനത്തിൽ ഇരുത്തി പിതാവ് സമീപത്തെ കടയിൽ പോയപ്പോൾ ആണ് അപകടം ഉണ്ടായത്. വാഹനം സ്റ്റാർട്ടാക്കിയതോടെ റോഡ് കടന്ന് എതിർഭാഗത്തുള്ള മതിലിൽ ഇടിച്ചാണ് വാഹനം നിന്നത്. ഇരുഭാഗത്തു നിന്നും വാഹനം വരാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ 3ാം പ്രതി MK നാസറിന്റെ ശിക്ഷ മരവിപ്പിച്ച് ഹൈക്കോടതി. പ്രതിക്ക് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ജസ്റ്റിസുമാരായ V രാജ, വിജയരാഘവൻ, PV ബാലകൃഷ്ണൻ എന്നിവർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിൻ്റേതാണ് ഉത്തരവ്. വിചാരണ കോടതി വിധിക്കെതിരെ നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് നടപടി. വിചാരണക്കാലത്തും ശിക്ഷാവിധിക്ക് ശേഷവും 9 വർഷത്തിൽ അധികം ജയിൽ ശിക്ഷ അനുഭവിച്ചു എന്ന വാദം പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ ഇടപെടൽ. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയ സംവിധായകൻ P ബാലചന്ദ്രകുമാർ അന്തരിച്ചു. വൃക്ക ഹൃദയ രോഗങ്ങൾക്ക് ചികിത്സയിലായിരുന്നു. ചെങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പുലർച്ചെ 5:30 അന്ത്യം. നടിയാക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിലേക്ക് നയിച്ച വെളിപ്പെടുത്തലുകൾ ബാലചന്ദ്രകുമാറിന്റേതായിരുന്നു. തുടർന്ന് വധഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ ദിലീപിനെതിരെ ചുമത്തി. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താനുള്ള ഗൂഢാലോചന നടന്നെന്ന വെളിപ്പെടുത്തലും വലിയ ചർച്ചയായി. ഗൂഢാലോചനയിൽ ദിലീപിന്റെ പങ്കാളിത്തം തെളിയിക്കുന്ന നിരവധി ഓഡിയോ ക്ലിപ്പുകളടക്കം തെളിവായി നൽകി. നടിയാക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപ് വീട്ടിലിരുന്ന് കണ്ടു എന്ന് വെളിപ്പെടുത്തൽ. ഒരു VIP വഴിയാണ് ദിലീപിന്റെ പക്കൽ ദൃശ്യങ്ങളെത്തിയത്. കേസിലെ 1ാം പ്രതി പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള അടുത്ത ബന്ധം വെളിപ്പെടുത്തിയതടക്കം ബാലചന്ദ്രകുമാറാണ്. ആദ്യം മാധ്യമങ്ങളിലൂടെയായിരുന്നു വെളിപ്പെടുത്തൽ. മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകാൻ കോടതി നിർദ്ദേശിച്ചു. പിന്നീട് മൊഴി മാറ്റാതിരിക്കാനായിരുന്നു ഈ നിർദ്ദേശം. പ്രലോഭനത്തിനോ സമ്മർദ്ദത്തിനോ ഭീഷണിക്കോ വഴങ്ങില്ലെന്നും മരണം വരെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുമെന്നും പറഞ്ഞ ബാലചന്ദ്രകുമാർ അത് പാലിച്ചാണ് മടങ്ങുന്നത്. ബാലചന്ദ്രകുമാർ നൽകിയ തെളിവുകളും 51 പേജ് നീളുന്ന ഈ രഹസ്യമൊഴിയും വിചാരണയിൽ ഏറ്റവും നിർണായകമാകും. തുടർച്ചയായ രോഗവും സാമ്പത്തിക പ്രതിസന്ധിയും ഒരുപോലെ അലട്ടുമ്പോഴും കേസിൽ മൊഴി നൽകാനടക്കം ബാലചന്ദ്രകുമാർ കൃത്യമായി എത്തിയിരുന്നു. ആസിഫ് അലി നായകനാകുന്ന കൗബോയ്ക്ക് ശേഷം ദിലീപ് നായകനായ പിക് പോക്കറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട ഇരുവരുമായുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയായിരുന്നു നടിയാക്രമിച്ച സംഭവമുണ്ടായത്. ഇക്കാലത്തെ വിവരങ്ങളാണ് ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ അല്ലു അർജുൻ അറസ്റ്റിൽ. പുഷ്പ 2 റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ട യുവതി മരിച്ച കേസിലാണ് അറസ്റ്റ്. ജൂബിലി ഹിൽസിലെ വീട്ടിൽ എത്തിയാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത്. ചിക്കട്പള്ളി സ്റ്റേഷനിൽ ആണ് അല്ലു അർജുൻ നിലവിൽ ഉള്ളത്. പുഷ്പ പ്രീമിയർ ഷോയ്ക്കിടെ ഡിസംബർ 4-നാണ് അപകടമുണ്ടായത്. അല്ലു അർജുൻ തിയേറ്ററിൽ എത്തിയതിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് 35-കാരിയായ രേവതിക്ക് ജീവൻ നഷ്ടമായത്. FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അല്ലു അർജുൻ കഴിഞ്ഞ ദിവസം തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അറസ്റ്റിനെതിരെ
BRS രംഗത്ത് വന്നു. അല്ലു അർജുന് നേരിട്ട് ഉത്തരവാദിത്തമില്ലാത്തതിൽ ഒരു കുറ്റവാളിയെപ്പോലെ കണക്കാക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. തനിക്കും തിക്കും തിരക്കും ഉണ്ടായതിന്റെ യഥാർത്ഥ ഉത്തരവാദി സർക്കാരാണ് എന്നും KT രാമറാവു വിമർശിച്ചു. സ്വർണ്ണവെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം ഗ്രാമിന് 7220 രൂപ, പവൻ 57,760, 18 ക്യാരറ്റ് 5970, പവൻ 47,760, വെള്ളി ഗ്രാം 98, കിലോ 98,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ കാണാം.